എറണാകുളം കളമശ്ശേരിയിൽ മരിച്ച ബംഗളൂരു സ്വദേശി സൂരജ് ലാമയുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഇന്ന് ബന്ധുക്കൾ ഏറ്റുവാങ്ങും. സൂരജ് ലാമയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിഷ്ണു സുരേഷാണ് വാർത്തയോട് ചേർന്ന്. വിഷ്ണു, ഇതിൽ ആദ്യഘട്ടം മുതൽ ഹൈക്കോടതി അങ്ങേയറ്റം വൈകാരികമായി, അതേസമയം തന്നെ ഉത്തരവാദിത്തപൂർവ്വം തന്നെയാണ് ഓരോ വിഷയങ്ങൾ എടുത്തത്. ഏറ്റവും കൂടുതൽ ഹൈക്കോടതി പറഞ്ഞത് സിസ്റ്റത്തിന് വേണ്ടി സൂരജ് ലാമയുടെ ബന്ധുക്കളോട് കോടതി മാപ്പ് പറയുന്നു എന്നടക്കം പോലും പറയേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ 101% ശരിയായ രീതിയിലുള്ള സമീപനം, മനുഷ്യത്വപരമായ സമീപനം അക്കാര്യത്തിൽ ഹൈക്കോടതി സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സമർപ്പിക്കുന്ന സമയത്തൊക്കെ കുറച്ചുകൂടി കടുത്ത നിർദ്ദേശങ്ങൾ കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കുകയും വേണം. വിഷ്ണു, ഹൈക്കോടതി ആവർത്തിച്ചെടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. കുവൈറ്റിൽ 4 റെസ്റ്റോറൻറ്റുകൾക്ക് ഉടമയായിരുന്നു സൂരജ് ലാമ. പിന്നീട് ഇവിടെ നടന്നൊരു മദ്യ ദുരന്തത്തിൽ അദ്ദേഹത്തിന് ഓർമ്മ നഷ്ടപ്പെടുന്നു. കുവൈറ്റിൽ നിന്ന് അദ്ദേഹത്തെ ബംഗളൂരുവിലേക്കല്ല, അദ്ദേഹം ബംഗളൂരു സ്വദേശിയാണ്, മറിച്ച് കൊച്ചിയിലേക്കാണ് ഡീപ്പോർട്ട് ചെയ്തത്. അവിടെ തുടങ്ങുന്നു ആ വീഴ്ച. അതിനുശേഷം അദ്ദേഹം എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. അദ്ദേഹത്തിന് ഓർമ്മ നഷ്ടപ്പെടുന്നു. അദ്ദേഹം CISF ഉദ്യോഗസ്ഥരാണ് അദ്ദേഹത്തിന് ബസ് പിടിച്ച് നൽകുന്നത് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അദ്ദേഹം തൃക്കാക്കര ഭാഗത്തേക്ക് എത്തുന്നു. അദ്ദേഹത്തിന് ഓർമ്മ നഷ്ടപ്പെട്ടത് കണ്ട് ചില നാട്ടുകാർ പോലീസിന് വിവരമറിയിക്കുന്നു. തൃക്കാക്കര പോലീസ് എത്തി അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. ഇവിടെ എല്ലാം സർക്കാർ സംവിധാനങ്ങളാണ്, സർക്കാർ സംവിധാനങ്ങളുടെ കയ്യിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 8-ാം തീയതി പിന്നീട് അദ്ദേഹത്തെ തൃക്കാക്കര പോലീസ് മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നു. മെഡിക്കൽ കോളേജിൽ നിന്ന് അദ്ദേഹം എവിടെ പോയി എന്ന കാര്യത്തിൽ ഈ പറയുന്ന സിസ്റ്റത്തിന്റെ ഭാഗമായി നിന്ന ആളുകൾക്ക് ആർക്കും ഒരു ധാരണയുമില്ല. 8-ാം തീയതി അദ്ദേഹത്തിന്റെ കുടുംബം നെടുമ്പാശ്ശേരി പോലീസിൽ ഒരു പരാതി നൽകുകയാണ്. ആ പരാതിയിന്മേൽ കാര്യമായ നടപടികളൊന്നും നെടുമ്പാശ്ശേരി പോലീസ് നൽകിയിട്ടില്ല. ഒരു വിരോധാഭാസമുള്ളത് 8-ന് പരാതി നൽകുമ്പോൾ മറ്റൊരിടത്ത് നെടുമ്പാശ്ശേരി പോലീസിന്റെ പരാതി നൽകുമ്പോൾ തൃക്കാക്കര പോലീസിൽ അദ്ദേഹം ഉണ്ട്. പക്ഷേ അപ്പോഴും ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന്റെ ഗ്യാപ്പിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ കണ്ടെത്താനാകുന്നില്ല. അദ്ദേഹം അങ്ങനെ ഇവിടെ നിന്ന് കാണാനാകുന്നില്ല എന്ന് പറഞ്ഞ് മകൻ ഹേബിയസ് കോർപ്പസുമായി ഹൈക്കോടതിയിലെത്തുന്നു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് ഇടപെട്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് 1 മാസത്തോളം അന്വേഷണം നടത്തുക. നമ്മൾ ഈ നിൽക്കുന്ന കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഏകദേശം 300 മീറ്റർ അപ്പുറത്തുള്ള ഒരു കാടിനകത്ത് നിന്നാണ് സൂരജ് ലാമയുടെ 1 മാസം പഴക്കമുള്ള മൃതദേഹം ലഭിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങേയറ്റം എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഒടുവിൽ അത് DNA പരിശോധനയ്ക്ക് വേണ്ടി അയച്ചു. പരിശോധനാ ഫലം വന്നു. അത് സൂരജ് ലാമയുടെ തന്നെ എന്ന് ഉറപ്പിച്ചു. ഇപ്പോൾ ആ മൃതദേഹമുള്ളത് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ മോർച്ചറിയിലാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ മകൻ സാന്റോൺ ലാമയും ഭാര്യയും എത്തി ആ മൃതദേഹം ഏറ്റുവാങ്ങും. ഇന്ന് കളമശ്ശേരി ശ്മശാനത്തിലാണ് അതിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ആ സംസ്കാര ചടങ്ങുകളോടുകൂടി മാത്രം ഈ കേസിന്റെ നടപടികൾ അവസാനിക്കില്ല എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വീഴ്ച വരുത്തിയ ആളുകൾക്കെല്ലാം കർശനമായ നടപടി ഉണ്ടാകും. നെടുമ്പാശ്ശേരി SHOയും നേരിട്ട് കോടതിയിൽ ഹാജരാകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കുവൈറ്റിലായിരുന്നെങ്കിൽ ലാമ ജീവിച്ചിരിക്കുമായിരുന്നു എന്നുകൂടി പറഞ്ഞാണ് കോടതി കഴിഞ്ഞ ദിവസം ഈ കേസിന്റെ ബാക്കി നടപടിക്രമങ്ങൾ അവസാനിപ്പിച്ചത്. സ്മിത ഹാഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.